പരാതിപ്പെടുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇന്ത്യയിലെ പ്രമുഖ NBFCകളിൽ ഒന്നായ ബജാജ് ഫിനാൻസ് ഇപ്പോൾ തങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പലിശ നിരക്കുകൾ വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. ചില നിക്ഷേപകർക്ക് 8.85% വരെ വാർഷിക പലിശ ലഭിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. സാധാരണ ബാങ്ക് FDയേക്കാൾ ലാഭകരമാണോ ബജാജ് ഫിനാൻസ് FD? ഇതിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണോ? നമുക്ക് വിശദമായി നോക്കാം. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം, ഇതൊരു ബാങ്ക് FD അല്ല. ബജാജ് ഫിനാൻസ് എന്ന നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയുടെ നിക്ഷേപ പദ്ധതിയാണിത്. അടുത്ത 15 മുതൽ 60 മാസം വരെയുള്ള വിവിധ കാലാവധികളിലെ പലിശ നിരക്കുകൾ 0.60% വരെ വർധനമാണ് കമ്പനി വരുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് 60 വയസ്സിൽ താഴെയുള്ളവർക്ക് പരമാവധി 8.60% വരെയും മുതിർന്ന പൗരന്മാർക്ക് 8.85% വരെയും വാർഷിക പലിശ സ്വന്തമാക്കാം. നിലവിൽ ബാങ്കുകളിൽ നൽകുന്ന പലിശയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ആകർഷകമായ നിരക്കാണ്. ഈ FDയുടെ പ്രധാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 12 മാസം മുതൽ 60 മാസം വരെ നിങ്ങൾക്ക് അനുയോജ്യമായ കാലാവധി തിരഞ്ഞെടുക്കാം. പലിശ തുക മാസം തോറും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. ഇത് വിരമിച്ചവർക്കും കൃത്യമായ മാസ വരുമാനം ആഗ്രഹിക്കുന്നവർക്കും വലിയ സഹായകമാകും. കൂടാതെ ബജാജ് ഫിൻസർവ് ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ മിനിറ്റുകൾക്കുള്ളിൽ ഡിജിറ്റലായി ഈ FD തുടങ്ങാം എന്ന പ്രത്യേകതയുമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുരക്ഷയെക്കുറിച്ചാണ്. ഏതൊരു നിക്ഷേപവും പോലെ ഇതിലും സുരക്ഷാ വശങ്ങൾ നാം ശ്രദ്ധിക്കണം. നിലവിൽ ക്രിസിൽ, ഇക്ര തുടങ്ങിയ പ്രമുഖ റേറ്റിംഗ് ഏജൻസികൾ ബജാജ് ഫിനാൻസിന് AAA സ്റ്റേബിൾ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതായത് നിക്ഷേപകരുടെ പണം തിരികെ നൽകാനുള്ള കമ്പനിയുടെ സാമ്പത്തിക ശേഷി വളരെ മികച്ചതാണെന്ന് ചുരുക്കം. എന്നാൽ ബാങ്ക് FDകളുമായി ഇതിന് വലിയൊരു വ്യത്യാസമുണ്ട്. ബാങ്കുകളിലെ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് DICGC ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. എന്നാൽ NBFC നിക്ഷേപങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് സുരക്ഷ ലഭിക്കില്ല എന്ന കാര്യം നിക്ഷേപകർ പ്രത്യേകം ഓർക്കണം. അപ്പോൾ ആർക്കൊക്കെ ഈ FD പരിഗണിക്കാം? ബാങ്ക് FDയേക്കാൾ അല്പം കൂടി ഉയർന്ന പലിശ നേടാൻ ആഗ്രഹിക്കുന്നവർക്കും റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. എങ്കിലും നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ NBFCയിൽ മാത്രം നിക്ഷേപിക്കാതെ വിവിധ ബാങ്കുകളിലും സ്ഥാപനങ്ങളിലുമായി വിഭജിക്കുന്നതാണ് ബുദ്ധിപരമായ രീതി. നിങ്ങൾ നിക്ഷേപത്തിനായി ബാങ്ക് FD തിരഞ്ഞെടുക്കുമോ അതോ ബജാജ് ഫിനാൻസ് പോലുള്ള NBFC FD തിരഞ്ഞെടുക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ബാങ്കിംഗ്, സാമ്പത്തിക വാർത്തകൾ ലളിതമായി അറിയാൻ മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.